ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ +1 എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്നത് മിക്കവാറും ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് തന്നെ ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചെങ്കിലത്തെ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററും എത്രമാത്രം ഡെപ്തിൽ നമുക്ക് അറിയാം എന്നുള്ള ഒരു കാര്യം നമുക്ക് തന്നെ ബോധ്യപ്പെടാനായിട്ട് സാധിക്കും അല്ലെ. കാരണം 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ആ ചാപ്റ്റർ അത്രമേൽ ഡെപ്തിൽ പഠിച്ച ആൾക്കാർക്കാണ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ ഏകദേശം ഒരു ചാപ്റ്റർ നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കൂടി കിട്ടും ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. മിസ് ഈ കൂടെ ആൻസേഴ്സ് പറയും. അപ്പൊ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്നില്ല എന്നുണ്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അല്ലെങ്കിൽ ആ ചാപ്റ്റർ കുറച്ചുകൂടി ഡെപ്തിൽ പഠിക്കണം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് നോക്കാം, ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അപ്പൊ ബിസിനസ് ആൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ഓർ സെയിൽ, വേജ് ഓർ സാലറീസ് ടു ഇൻവെസ്റ്റേഴ്സ്, റിസ്ക് എലമെന്റ്. ഓക്കെ, ഇതിൽ ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്ത ഏതാണ്? പ്രൊഡക്ഷൻ ആണ്, എക്സ്ചേഞ്ച് ഓർ സെയിൽ ഇമ്പോർട്ടന്റ് ആണ്, വേജ് ഓർ സാലറി ടു ദ ഇൻവെസ്റ്റേഴ്സ് അത് ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ? അല്ല, ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത് എന്താ? പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? വേജ് ഓർ സാലറീസ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ പേഴ്സണൽ കോസ് ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കോസ് റീസൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ട്രൈക്ക് ഓഫ് എംപ്ലോയീസ്, ഫാമിൻ, ചേഞ്ച് ഇൻ ടെക്നോളജി, ഫ്ലഡ്. ഓക്കെ, ഇതിലേതാണ് പേഴ്സണൽ കോസ് എന്ന് പറയുന്നത്? ഈ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലെ. അപ്പൊ പേഴ്സണൽ കോസ് ഏതാ? സ്ട്രൈക്ക് ഓഫ് എംപ്ലോയീസ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്? അത് ബിസിനസ്സിലെ ഒരു കാരണം മൂലം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, ബിസിനസിന്റെ റിസ്ക് ആണ്. ഓക്കെ, പേഴ്സണൽ കോസ് ആണ് നമുക്ക് പറയാനായിട്ട് വരും. ബാക്കി നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളാണോ? അല്ല. ഓക്കെ, അപ്പൊ സ്ട്രൈക്ക് ഓഫ് എംപ്ലോയീസ് ആണ് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ മാൻ വൺ വോട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഏത് ബിസിനസിന്റെയാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ആണോ, പാർട്ട്ണർഷിപ്പിന്റെ ആണോ, കോ പാർട്ട്നർ സൊസൈറ്റിയുടെ ആണോ, അതോ ഹിന്ദു ജോയിന്റ് ഫാമിലി ബിസിനസിന്റെ ആണോ? ഏതാണ്? ഏതിനാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആണ് എന്ത് ചെയ്ത 1 man 1 vote എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അവിടെ ഫോളോ ചെയ്ത് വന്നിരുന്നത് അല്ലെ. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നോക്കുന്നില്ല, എല്ലാ ആൾക്കാർക്കും ഒരേ വോട്ട് കിട്ടുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ്. ഓക്കെ, ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെ നെയിം എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഫൗണ്ട് ഓൺലി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രം കാണുന്ന ബിസിനസ് ഓർഗനൈസേഷൻ എന്താണ്? അതായത് നിങ്ങൾക്ക് ഒന്ന് താഴെ കമന്റ് ചെയ്യാവോ, കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാവോ, ഏതാണ് ഇന്ത്യയിൽ മാത്രം കാണുന്ന ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ളത്. നമുക്ക് എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ അറിയാം എന്നുള്ള ഒരു കാര്യം നോക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വിച്ച് among the following is an example of departmental undertakings? ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എക്സാമ്പിൾ ഏതാണ്? LIC ആണോ, RBI ആണോ, ദൂരദർശൻ ആണോ, KSRTC ആണോ? ഏതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിന് എക്സാമ്പിൾ വരുന്നത്? ഏതാണ്? ഇറ്റ് ഈസ് ദൂരദർശൻ. ഓക്കെ, ദൂരദർശൻ. Fine. A government company is any company in which paid up capital held by government is not less than. ഗവൺമെന്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഏകദേശം എത്ര വരണം? ഗവൺമെന്റ് കമ്പനി നമ്മൾ ഗവൺമെന്റ് ഓണർഷിപ്പ് വരണം അല്ലെ. അപ്പൊ ഓണർഷിപ്പ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? 50% കൂടുതൽ ഷെയർ കാണും. ഓക്കെ, ഇതിൽ 50 കൂടുതൽ പറയുന്ന എമൗണ്ട് ഏതാണ്? 51%. ഓക്കെ, അപ്പൊ എത്രയാണ് വരുന്നത്? ഗവൺമെന്റ് കമ്പനിയുടെ 50% കൂടുതൽ ഷെയർ ഗവൺമെന്റിന്റെ കാണും. സോ ഇതിൽ ഏതാണ് വരുന്നത്? 51%. സോ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അതില് fill in the blanks as per the given here. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആണ്. അപ്പൊ HDFC ബാങ്കോ? ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി ഇത് പബ്ലിക് സെക്ടർ ആണ്. അപ്പൊ അടുത്ത ആൻസർ എന്തായാലും അതിന് ഓപ്പോസിറ്റ് വരുള്ളൂ. അപ്പൊ HDFC എന്താണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. HDFC എന്താണ്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. ഓക്കെ, നൗ വിച്ച് ഈസ് എ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്? ഓപ്ഷൻ പോലും നമുക്ക് വേണ്ട ആവശ്യമില്ല. ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇന്ററാക്ഷൻ ആൻഡ് ഡീലിംഗ്സ് among the various department and persons within the firm is known as. ഓക്കെ, ഇന്ററാക്ഷൻ ആൻഡ് ഡീലിംഗ് among various department and persons. അത് ഏതാണ് നമ്മൾ പറയുന്നത്? വേരിയസ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഏതാ പറയുന്നത്? C2C, B2C, ഇൻട്രാ ബി, B2C, B2B ഏതാണ് വരുന്നത്? ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ വരുമ്പോൾ ഇൻട്രാ ബി കൊമേഴ്സ് ആണ് നമ്മൾ അതിനെ പറയുന്നത് അല്ലെ. ഏതാണ്? ഇൻട്രാ ബി കൊമേഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, മഞ്ജുഷ ഓർഡർ സം ഓൾഡ് ബുക്സ് ത്രൂ OLX. OLXൽ എന്താ യൂഷ്വലി ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്ത ഐറ്റംസ് ആണ് അവിടെ വെക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ഡെഫിനറ്റ്ലി ചോദിക്കും ആപ്ലിക്കേഷൻ ലെവൽ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഏതൊരു എക്സാമ്പിൾ യൂസ്ഡ് പ്രൊഡക്റ്റ് കൺസ്യൂമർ മറ്റൊരു കൺസ്യൂമറിന് കൊടുക്കും. അവിടെ ബിസിനസ്സുകാരുണ്ടോ? ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് വേറൊരാൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? കസ്റ്റമർ ടു കസ്റ്റമർ ആണ് അല്ലെ. ഏതാണ് വരുന്നത്? C2C ട്രാൻസാക്ഷൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഓക്കെ, റെസ്പെക്ടിങ് ദ റിലീജിയസ്
nature, sentiments and dignity of people in advertising a product is an example of dash responsibility. ഏത് റെസ്പോൺസിബിലിറ്റി ആണ്? റെസ്പെക്ടിങ് എ റിലീജിയനെ റെസ്പെക്ട് ചെയ്യും. അത് ഇക്കണോമിക് ആണോ? ലീഗലി അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇല്ല. ഡിസ്ക്രിഷണറി ആണോ? അല്ല. അപ്പൊ ഏതാണ് വരുന്നത്? എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഏതാണ്? ethical responsibility. So next one, formation of a company. Formation of a company എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. Rules regarding the internal management of a company are mentioned. എന്താണ് rules regarding internal management of a company? ഇതിൽ ഏതിലാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണോ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണോ, പ്രോസ്പെക്ടസിലാണോ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ? ഇതിൽ ഏതാണ് കാര്യങ്ങൾ പറയുന്നത്? റൂൾസ് റിഗാർഡിംഗ് ഇന്റേണൽ മാനേജ്മെന്റ് ഏതിലാണെന്ന് പറയുന്നത്? ഇതിലാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലാണെന്ന് പറയുന്നത്. ഓക്കെ, നൗ which clause of memorandum of association define the purpose of a company is formed? കമ്പനി ഫോം ചെയ്തതിന്റെ പർപ്പസ് പറയുന്നത് ഇതിൽ ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്ജക്ട് ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ലൈബിലിറ്റി ക്ലോസ്, നെയിം ക്ലോസ്, ഏതിലാണെന്നുള്ള താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കമന്റ് ചെയ്യാൻ 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പൊ ഈ വീഡിയോസ് ഫുള്ള് കാണുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കമന്റ് ചെയ്യുന്ന അറിയാൻ പറ്റും. അപ്പൊ എത്ര പേര് കണ്ടു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. അടുത്ത സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. എ കമ്പനി വാണ്ട്സ് ടു പർച്ചേസ് എ പ്ലാന്റ് ആൻഡ് മെഷീനറി ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് മോഡർണൈസേഷൻ പ്രോഗ്രാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫണ്ട് റിക്വയർഡ്. ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് ഫണ്ട് ആണ് വേണ്ടതെന്നാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ, നൺ ഓഫ് ദിസ്. Okay, company want to purchase a plant and machinery as part of its modernization program. Okay, modernization programന്റെ പാർട്ടായിട്ട് എന്ത് ചെയ്യണം? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? മോഡർണൈസേഷൻ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് പർച്ചേസ് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചു. അതേതാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്? ഫിക്സഡ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ്. ഓക്കെ, നോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ്? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലാത്ത ഏതാണ്? പ്രിഫറൻസ് ഷെയർ, പബ്ലിക് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇക്വിറ്റി ഷെയർ. എക്സ്റ്റേണൽ സോഴ്സ് ഏതാണ് വരുന്നത്? എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്റ്റേണൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലാത്ത ഏതാണ്? ഇക്വിറ്റി ഷെയർ ആണ്. കമ്പനിയുടെ ഓണേഴ്സ് ആണ് ആ ഫണ്ട് ഇടുന്നത് അല്ലെ? അപ്പൊ അത് ഇന്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫൈൻ. അടുത്ത സ്മോൾ ബിസിനസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ്. ഓക്കെ, ആൻഡ് അപ്പെക്സ് ബോഡി. ഓക്കെ, ആൻഡ് അപ്പെക്സ് ബാങ്ക് സെറ്റപ്പ് ഇൻ ഇന്ത്യ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്മോൾ ഓർഗനൈസേഷൻ. ഏതാണ് വരുന്നത്? അപ്പെക്സ് ബോഡി ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? SIDBI ആണ് പഠിച്ചത് അല്ലെ? നൗ ദ ഓൺലി ഇന്റർനാഷണൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് ഇൻ ഇന്ത്യ. മൈക്രോ സ്മോൾ എന്റർപ്രൈസിന് വേണ്ടിയിട്ടുള്ള ഒൺലി നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഏതാണെന്ന് പഠിച്ചത്? നബാർഡ് ആണോ, SIDBI ആണോ, UTI ആണോ, WASME ആണോ? ഏതാണ്? മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസിന് വേണ്ടിയിട്ടുള്ളത്? മൈക്രോ മീഡിയം സ്മോൾ എന്റർപ്രൈസിന് വേണ്ടിയിട്ടുള്ള ഏതാണ്? WASME ആണ്. ഓക്കെ, സോ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. സൂപ്പർ മാർക്കറ്റ്, മൾട്ടിപ്പിൾ ഷോപ്പ്, മാർക്കറ്റ് ട്രേഡേഴ്സ്, മെയിൽ ഓർഡർ ഹൗസസ്. ഇതിലേതാണ് ഓഡ് വൺ വരുന്നത്? ഓഡ് വൺ വരുന്നത് ഏതാണ്? മാർക്കറ്റ് ട്രേഡേഴ്സ് ആണ് വരുന്നത് അല്ലെ? മെയിൽ ഓർഡർ ഹൗസ് അല്ല വരുന്നത്, മൾട്ടിപ്പിൾ ഷോപ്സ് വരുന്നില്ല, സൂപ്പർ മാർക്കറ്റ് വരുന്നില്ല. ഏതാണ് വരുന്നത്? മാർക്കറ്റ് ട്രേഡേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഫൈൻ ആയല്ലോ? മാർക്കറ്റ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഷോപ്പ് ഉണ്ടോ? ഇല്ല. അവർ ഓരോ സ്ഥലത്ത് ഇന്റർനെറ്റ് ട്രേഡേഴ്സിലാണ് നമ്മളത് പഠിച്ചത്. ഓക്കെ, now they are petty retailers who have independent shops of a temporary nature and change their business from one locality to another. Okay, ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് മറ്റൊരു ലൊക്കാലിറ്റിയിലൂടെ അവർ മാറി താമസിക്കുന്നു. ഓക്കെ, petty retailers who have independent shop ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവർ ഓരോ സ്ഥലത്തേക്ക് മാറി എവിടെയാണോ കച്ചവടം വരുന്നത് അങ്ങോട്ടേക്ക് മാറുന്നു. അതിനെ നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? ചീപ്പ് ജാക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ ചീപ്പ് ജാക്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, നൗ which one of the following is not an export document? എക്സ്പോർട്ട് ഡോക്യുമെന്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോട്ട് എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. ഫൈൻ. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ബിൽ ഓഫ് ലേഡിംഗ്, ബിൽ ഓഫ് എൻട്രി, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സ്പോർട്ട് ഡോക്യുമെന്റ്? എക്സ്പോർട്ട് ഡോക്യുമെന്റ് അല്ലാത്തത് ഏതാണ് ഇതിൽ വരുന്നത്? ബിൽ ഓഫ് എൻട്രി ആണ് വരുന്നത് അല്ലെ? ബിൽ ഓഫ് എൻട്രി ആണ്. ബാക്കി എക്സ്പോർട്ട് ഡോക്യുമെന്റ് ആണ്. ഐഡന്റിഫൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ എക്സ്പോർട്ട് പ്രൊസീജിയർ. എക്സ്പോർട്ട് പ്രൊസീജിയറിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക. റെസിപ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻ, ഒബ്റ്റെയിനിങ് എക്സ്പോർട്ട് ലൈസൻസ്, റെസിപ്റ്റ് ഓർഡർ ഓർ ഇന്റന്റ്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പോർട്ട് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 ആൻസർ നമ്മൾ കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ചോദ്യങ്ങളിൽ മൊത്തം വീഡിയോസ് കണ്ട ആൾക്കാർക്ക്
പറയുള്ളൂ. ഡെഫിനറ്റ്ലി നിങ്ങൾ വീഡിയോസ് ഫുള്ള് കാണുക, എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ 3 കറക്റ്റ് ആയിട്ട് ആർക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പൊ ഡെഫിനറ്റ്ലി ആ ചാപ്റ്റേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ആൻസേഴ്സ് എഴുതാൻ പറ്റുള്ളൂ. ഇനി ചില ആൻസേഴ്സിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് ഗെറ്റ് വറീഡ്. എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് എടുത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റ് ആക്കുക. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇതിന് ആൻസേഴ്സ് താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക, അവരും ഒന്ന് പഠിച്ചു നോക്കട്ടെ എത്രമാത്രം പഠിച്ചു എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി ലൈവുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണുക, വീഡിയോസ് കാണുക. ആൻഡ് ദെൻ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എക്സാം നമുക്ക് അടിപൊളിയാക്കാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.